പറയാൻ പോകുന്ന സെലക്ഷൻ ഓഫ് ഡ്രഗ് കാൻഡിഡേറ്റ് ഫോർ കൺട്രോൾ റിലീസ് ഫോർമുലേഷൻ. സോ നമ്മൾ കൺട്രോൾ റിലീസ് ഫോർമുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു കാൻഡിഡേറ്റ് എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മേ മേക്ക് എ ഡ്രഗ് അൺസ്യൂട്ടബിൾ ഫോർ CDDS. ഇപ്പം ഞാനൊരു ഗുളിക എടുക്കുക, പാരസ്റ്റമോൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ എന്താ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമുക്ക് CDDS ആക്കി ഉപയോഗിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കൺട്രോൾ ഡെലിവറി സിസ്റ്റം ആക്കാൻ പറ്റാത്തത്. അൺസ്യൂട്ടബിൾ ക്യാരക്ടർ ആണെങ്കിൽ ഷോർട്ട് എലിമിനേഷൻ ഹാഫ് ലൈഫ്, ആക്റ്റീവ് അബ്സോർപ്ഷൻ, ലോങ് എലിമിനേഷൻ ഹാഫ് ലൈഫ്, ലോ ഓർ സ്ലോ അബ്സോർപ്ഷൻ, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, എക്സസീവ് ഫസ്റ്റ് പാസ് എഫക്ട്, പൂർ അബ്സോർപ്ഷൻ, ഇതൊക്കെ അൺസ്യൂട്ടബിൾ ക്യാരക്ടേഴ്സ് ആണ്. ഇനി പ്രിഫേർഡ് ക്യാരക്ടേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്? ഹാഫ് ലൈഫ് വെച്ച് 2 മുതൽ 3 മണിക്കൂർ, പാസീവ് അബ്സോർപ്ഷൻ, മോഡറേറ്റ് എലിമിനേഷൻ ഹാഫ് ലൈഫ്, റാപ്പിഡ് അബ്സോർപ്ഷൻ, വൈൽഡ് തെറാപ്യൂട്ടിക് ഇൻഡെക്സ്, മിനിമൽ ഫസ്റ്റ് പാസ് എഫക്ട് ആൻഡ് ഗുഡ് അബ്സോർപ്ഷൻ ത്രൂ ഔട്ട് ദ GIT. ഇത്രയും കാര്യം നമ്മൾ പ്രിഫേർഡ് ആണ്, ഇത് അൺസ്യൂട്ടബിൾ ആണ്. ഇനി പ്രിഫേർഡ് ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ ഡ്രഗ് ഫോർ CDDS പാരാമീറ്റേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രിഫേർഡ് വാല്യൂ ഇത് പറ്റുന്നവർ പഠിക്കുക, ഇല്ലാത്തവർ വിട്ടേക്കുക. ഈ കോളം എങ്കിലും നിങ്ങൾ പഠിക്കുക. ഈ കോളമൊക്കെ ഈ 10 മാർക്കിനൊക്കെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കോളം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 5 മാർക്കിനകത്തോളം വീഴും. കാര്യം അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ കോളമാക്കിയിട്ടുള്ളൂ. ഇനി അപ്രോച്ച് ടു ഡിസൈൻ കൺട്രോൾ റിലീസ് ഫോർമുലേഷൻ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക? സോ ഡിസൊല്യൂഷൻ കൺട്രോൾഡ് റിലീസ്. ഡിസൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ പഠിച്ചതാണ്. സോ കൺട്രോൾഡ് റിലീസ് ഫോർമുലേഷനെ ക്ലാസിഫൈ ചെയ്യുവാണ്. സോ അതിൽ തന്നെ എൻകാപ്സുലേറ്റ് ഡിസൊല്യൂഷൻ കൺട്രോൾ, മെട്രിക്സ് ഡിസൊല്യൂഷൻ കൺട്രോൾ, ഡിഫ്യൂഷൻ കൺട്രോൾ റിലീസിൽ തന്നെ റിസർവോയർ ടൈപ്പ്, മെട്രിക്സ് ടൈപ്പ്, പിന്നെ ഡിഫ്യൂഷൻ ആൻഡ് ഡിസൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം, അയൺ എക്സ്ചേഞ്ച് റെസിൻ, ഓസ്മോട്ടിക്കലി കൺട്രോൾഡ് റിലീസ്. അപ്പൊ ഇത്രയും തന്നെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഒന്നെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുക, ഇല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ പഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചേ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ട് അത് തോന്നും. സോ ഡിസൊല്യൂഷൻ കൺട്രോൾ റിലീസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഡ്രഗ് റിലീസ് ഈസ് കൺട്രോൾ ബൈ ദ ഡിസൊല്യൂഷൻ റേറ്റ് ഓഫ് എ കോട്ടിംഗ് ഓർ എ മെട്രിക്സ്. നമ്മൾ ഒരു മരുന്നിന്റെ പുറത്ത് ചെയ്യുന്ന കോട്ടിങ്ങോ അല്ലെങ്കിൽ മെട്രിക്സ് ആയിരിക്കും എന്ത് തീരുമാനിക്കുന്നത്? എത്രത്തോളം മരുന്ന് പുറത്തേക്ക് വരണം, ഡിസൊല്യൂട്ട് ചെയ്യണം. സോ തിയറീസ് ഉണ്ട്. ഡിഫ്യൂഷൻ ലെയർ തിയറി, സർഫസ് റിമൂവൽ തിയറി, ലിമിറ്റ് സോൾവേഷൻ തിയറി ഒക്കെ എക്സാമ്പിൾ ആണ്. ഇതിനെ ഡിസൊല്യൂഷൻ എക്സാമ്പിൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നോയിസ് വൈറ്റ്നി ഇക്വേഷൻ ആണ്. dC/dt = D/HA CS - C. സോ ഓൾറെഡി നിങ്ങൾ നോയിസ് ഇക്വേഷൻ ഒക്കെ സ്യൂട്ടിക്സിൽ പഠിച്ചതാണ്. dC/dt റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ, D ആണെങ്കിൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ, H ആണെങ്കിൽ തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ ലെയർ, A ആണെങ്കിൽ സർഫസ് ഏരിയ, C സാച്ചുറേഷൻ സോലബിലിറ്റി, C ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഇൻ ബൾക്ക് സൊല്യൂഷൻ ആണ്. ഇനി എൻകാപ്സുലേറ്റ് ഡിസൊല്യൂഷൻ സിസ്റ്റം എന്താണ്? എൻകാപ്സുലേറ്റ്, സോ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഞാൻ പറഞ്ഞു, എൻകാപ്സുലേറ്റും ഉണ്ട്, മെട്രിക്സും ഉണ്ട് അല്ലേ. സോ അതിൽ തന്നെ കോട്ടിംഗ്, തിക്നെസ്, സ്റ്റെബിലിറ്റി, വാട്ടർ സോലബിൾ ഡ്രഗ് വിത്ത് സോൾട്ട്, മെട്രിക്സ് ആണെങ്കിൽ പൊറോസിറ്റി, ഡിക്രീസ് വെറ്റബിലിറ്റി, സ്ലോവർ ഡിസൊല്യൂഷൻ റേറ്റ്, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതങ്ങ് പഠിക്കുക, ഈ സാധനം മാത്രം അതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചെന്ന് എഴുതാൻ പറ്റും. സോ ഓൾസോ നോൺ ആസ് കോട്ടിംഗ് ഡിസൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം. നമ്മൾ ഈ എൻകാപ്സുലേറ്റ് ചെയ്യുന്നത് കൊണ്ട്, മരുന്നിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് കോട്ടിംഗ് ഡിസൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം എന്നും പറയാറുണ്ട് എന്നുള്ളതാണ്. ഡ്രഗ് റിലീസ് ഡിപ്പെൻഡിങ് അപ്പോൺ തിക്നെസ്, സ്റ്റെബിലിറ്റി ഓഫ് ദ കോട്ടിംഗ്. നമ്മൾ ചെയ്യുന്ന കോട്ടിംഗ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിന്റെ ഡ്രഗ് റിലീസ് ആവുന്നത്. ഹൈലി വാട്ടർ സോലബിൾ ഡ്രഗ് ക്യാൻ ബി ഫോംഡ് വിത്ത് സാൾട്ട് ടു ഷോ സ്ലോ ഡിസൊല്യൂഷൻ. സോ ഹൈലി വാട്ടർ സോലബിൾ ഡ്രഗ്സ് നമുക്ക് സോൾട്ടുമായിട്ട് നമുക്ക് ഫോമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ലോ ഡിസൊല്യൂഷൻ നടക്കും എന്നുള്ളതാണ്. അതാണ് ഈ കോളത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇനി മെട്രിക്സ് ഡിസൊല്യൂഷൻ സിസ്റ്റം ആണ്, ഓൾസോ നോൺ ആസ് മോണോലിത്തിക് ഡിസൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം. എന്താണ് മോണോലിത്തിക് ഡിസൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയാറുണ്ട്? ഡ്രഗ് റിലീസ് കൺട്രോൾ ചെയ്യുന്നത് ഓൾട്ടൻ ടാബിൾ പൊറോസിറ്റി ഉണ്ട്, വെറ്റബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്, സ്ലോ ഡിസൊല്യൂഷൻ റേറ്റ്. ഇത് ഫസ്റ്റ് ഓർഡർ ഡ്രഗ് റിലീസ് കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. GPAT-നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളാം. മെട്രിക്സ് ഡിസൊല്യൂഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ഡ്രഗ് റിലീസ് കൈനറ്റിക്സ് ആണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിഫ്യൂഷൻ കൺട്രോൾ സിസ്റ്റം. എന്താ ഡിഫ്യൂഷൻ? Drug diffuse from one region of higher concentration to lower concentration under equilibrium reached. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഡ്രഗ് മൂവ് ചെയ്യുന്ന രീതിയാണ്. സോ ഡിറ്റൈൻഡ് ബൈ ഡിഫ്യൂഷൻ ത്രൂ എ വാട്ടർ ഇൻസോലബിൾ പോളിമർ. ഇവിടെ ഒരു വാട്ടർ ഇൻസോലബിൾ പോളിമർ ഉണ്ട്, അതാണ് തീരുമാനിക്കുക എത്രത്തോളം മരുന്ന് കടത്തിവിടണം, എത്ര വേണ്ട എന്നുള്ളത്. ഇനി റിസർവോയർ ഡിഫ്യൂഷൻ സിസ്റ്റം ആണ്, ഓൾസോ നോൺ ആസ് ലാമിനേറ്റഡ് മെട്രിക് ഡിവൈസ്. എന്താണ് ലാമിനേറ്റ് മെട്രിക് ഡിവൈസ് എന്നും റിസർവോയർ
എന്താ, വെള്ളം കെട്ടിക്കിടക്കുന്നു, അവിടെ നിന്ന് പയ്യെ പയ്യെ പോകുന്നു, ആ രീതിയാണ് കേട്ടോ. ഒരു ഇന്നർ ഡ്രഗ് കോർ ഉണ്ട് സറൗണ്ട് ബൈ വാട്ടർ സോലുബിൾ മെംബ്രെയിൻ. അപ്പൊ ഇത് വാട്ടർ സോലുബിൾ മെംബ്രെയിൻ ആണ്, ഇത് ഡ്രഗ് ആണ്. ഓക്കെ, ഡ്രഗ് ഈസ് കൺട്രോൾഡ് ബൈ ഡിഫ്യൂഷൻ ത്രൂ ദ മെംബ്രെയിൻ. സോ ഈ മെംബ്രെയിനിലൂടെയാണ് എത്ര മരുന്ന് പോകണം വേണ്ടെന്ന് തീരുമാനിക്കുക. എക്സാമ്പിൾ നിക്കോ 400, നൈട്രോബിഡ്. സോ മെട്രിക്സ് ഡിസൊല്യൂഷൻ സിസ്റ്റത്തിൽ തന്നെ റിജിഡ് മെട്രിക്സ് ഡിഫ്യൂഷൻ ഉണ്ട്. യൂസസ് ഇൻസോലുബിൾ പ്ലാസ്റ്റിക് ലൈക്ക് PVP. ഇവിടെ PVP പോലുള്ള ഇൻസോലുബിൾ പ്ലാസ്റ്റിക്സ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിസൊല്യൂഷൻ തീരുമാനിക്കുന്നത്, എത്ര പോകണം എത്ര വേണ്ട. നെക്സ്റ്റ് സ്വെല്ലിംഗ് മെട്രിക്സ് ഡിഫ്യൂഷൻ ഉണ്ട്. ഇതിന് ഹൈഡ്രോഫിലിക് ഗം ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. സോ സസ്റ്റൈൻ റിലീസ് കിട്ടാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക, ഹൈഡ്രോഫിലിക് ഗം. എക്സാമ്പിൾ നാച്ചുറൽ ആണെങ്കിൽ ഗം ട്രഗകാന്ത്, സെമി സിന്തറ്റിക് ആണെങ്കിൽ HPMC, CMC, സാന്തൻ ഗം. സിന്തറ്റിക് ആണെങ്കിലോ പോളി അക്രിലാമൈഡ്സ്, എക്സാമ്പിൾ ഗ്ലൂക്കോട്രോൾ XL, കാഡിയ XL. ഇതൊക്കെയാണ് എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അത് എഴുതിയാലേ എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. സോ ഈ ഡിഫ്യൂഷൻ കൺട്രോൾ സിസ്റ്റം ഞാൻ ഒന്നും കൂടെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഞാൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇത് നോക്കി പഠിക്കുക. ഞാൻ ഒരുപാട് ഇങ്ങനെ കോളങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, കാരണം നിങ്ങൾക്ക് അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അത് അങ്ങനെ തന്നെ നോക്കി പഠിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് കൺട്രോൾ സിസ്റ്റം ആണ്. സോ യൂസസ് ക്രോസ് ലിങ്ക്ഡ് വാട്ടർ ഇൻസോലബിൾ അയൺ എക്സ്ചേഞ്ച് റെസിൻ വിച്ച് അയോണൈസബിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള വാട്ടർ ഇൻസോലബിൾ ആയിട്ടുള്ള അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു, അയണൈസബിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വിത്ത് അയണൈസബിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ ടേസ്റ്റ് ഒക്കെ മറയ്ക്കാൻ വേണ്ടി, മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രഗ് റിലീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് ഉപയോഗം ഇവിടെ ചെയ്യണ്ടേ. ഇവിടെ അയൺ എക്സ്ചേഞ്ച് റെസിന് രണ്ട് ഉപയോഗങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ്, ഒന്ന് ടേസ്റ്റ് മാസ്കിംഗ് ആൻഡ് കൺട്രോൾ ഡ്രഗ് റിലീസ് ആണ് കേട്ടോ. സോ പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ഡ്രഗ് മോളിക്യൂൾ ബൈൻഡ് ടു റെസിൻ ആൻഡ് ആർ എക്സ്ചേഞ്ചസ് ഇൻ ഫിസിയോളജിക്കൽ ഫ്ലൂയിഡ് ഫോർ കൺട്രോൾ റിലീസ്. കണ്ടോ, അതാണ് ഡ്രഗ് മോളിക്യൂൾ എന്താണ്, നമ്മൾ റെസിനുമായിട്ട് കോട്ട് ചെയ്ത് ബൈൻഡ് ചെയ്ത് നമ്മൾ കൺട്രോൾ റിലീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഈഥൈൽ സെല്ലോസ് ആണ്. സോ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഫിസിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ് CDDസിനെ അഫക്ട് ചെയ്യുന്നത്. സോ അക്വ സോലബിലിറ്റി, പാർട്ടീഷൻ കോഎഫിഷ്യൻ, ഡ്രഗ് സോലബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, മോളിക്കുലർ സൈസ്, പ്രോട്ടീൻ ബൈൻഡിങ്, അബ്സോർപ്ഷൻ, ബയോളജിക്കൽ ഹാഫ് ലൈഫ്. അല്ല, അതിന്റെ കൂടെ ഇമ്പാക്ട് ഓൺ CDDs എന്തൊക്കെയാണ്. അക്വ സോലബിലിറ്റി, പുവർലി സോലബിൾ ഡ്രഗ് ഫേസ് ഫോർമുലേഷൻ ചലഞ്ചസ്. പുവർലി സോലബിളൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരിക്കും. ഇനി പാർട്ടീഷൻ കോഎഫിഷ്യൻ, ഐഡിയൽ ഡ്രഗ് മസ്റ്റ് ഡിസോൾവ് ഇൻ ബോത്ത് അക്വസ് ആൻഡ് ലിപ്പിഡ് ഫേസ്. അക്വസിലും ലിപ്പിഡ് ഫേസിലും ഒരുപോലെ അതെന്ത് ചെയ്യണം, ഐഡിയലി ഡിസോൾവ് ആവണം. സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, സ്മോൾ മോളിക്യൂൾ ആയിരിക്കണം, ഹൈ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ് നോട്ട് ഐഡിയൽ ഫോർ CDDs. കണ്ടോ, ഹൈലി പ്രോട്ടീൻ ബൗണ്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഹൈലി പ്രോട്ടീൻ ബൗണ്ട് എന്ത് സംഭവിക്കുക, അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് പൊട്ടി പുറത്തേക്ക് പോരും, അവിടെ അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. റാപ്പിഡ് അബ്സോർപ്ഷൻ ഈസ് റിക്വയർഡ് ടു പ്രിവെന്റ് ഡോസ് ഡംപിങ്. കാര്യം ഒരിടത്ത് പോയി ഡോസ് അങ്ങനെ കിടന്ന് പയ്യെ റിലീസായി പിന്നെ അത് വീണ്ടും അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് പ്ലാസ്മയിൽ ഡ്രഗും ഇല്ല എന്നാൽ ബോഡിയിൽ ഡോസ് വന്ന് കിടക്കുന്നുമുണ്ട്. അങ്ങനെ യൂസ് ചെയ്ത ഡോസ് ഡംപിങ് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് വൺ ഈസ് ബയോളജിക്കൽ ഹാഫ് ലൈഫ്. സോ ഐഡിയൽ T half 2 to 3 hours ആണ്. ഡ്രഗ് വിത്ത് T half less than 8 hours ആർ അൺസ്യൂട്ടബിൾ. കേട്ടോ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനി ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്, പോളിമേഴ്സ്. എന്നാൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ, അതും കൂടെയാണ്. അപ്പൊ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര നന്നായിട്ട് തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.